ഉറപ്പായും അങ്ങനെ തന്നെയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മുൻനിരയിൽ തന്നെ രാഹുൽ ഗാന്ധി ഇരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പ്രവർത്തകരാകെ മുൻവശത്തുകൂടി ഈ വലയം വെച്ച് മുന്നിലോട്ട് നീങ്ങുന്നതാണ്. ഗാന്ധി സ്മൃതിയിലേക്ക് വാഹനം എത്തിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. രാഹുൽ ഗാന്ധി അതാ മുൻ സീറ്റിൽ തന്നെയുണ്ട്. ഇപ്പോഴത്തെ പ്രതിപക്ഷം പറയുന്നത് പോലെ പ്രതിപക്ഷ നിരയുടെ മുൻ സീറ്റിൽ തന്നെ രാഹുൽ ഗാന്ധി ഇരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളത് കാണുകയാണ്. പ്രതിപക്ഷത്തെ മുഴുവൻ രാഹുൽ ഗാന്ധി അംഗങ്ങളെ മുഴുവൻ ക്ഷണിച്ചിരുന്നു. വസതിയിലേക്ക് സുനേരി ബാഗിലെ വസതിയിൽ നിന്ന് തൊട്ടടുത്ത് പ്രിയങ്ക ഗാന്ധിയും ഉണ്ട് എന്നുള്ളതാണ്. തൊട്ടടുത്ത് തന്നെ പ്രിയങ്ക ഗാന്ധി ഇരിക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു യാത്രയിലേക്ക് ഇപ്പോഴത്തെ ഗാന്ധി സ്മൃതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് മുൻനിരയിൽ തന്നെ KC വേണുഗോപാലിനെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും എല്ലാ പ്രതിസന്ധികളെയും എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഗാന്ധി സ്മൃതിയിലേക്ക് പ്രതിപക്ഷ സംഘം എത്തിയിരിക്കുന്നു എന്നതാണ്. 3-4 തവണ ദില്ലി പോലീസ് ബാരിക്കേഡ് വെച്ചും നിരന്നു നിന്ന് തടഞ്ഞും വാഹനം കുറുകെയിട്ടും ശ്രമിച്ചു ഈ യാത്ര തടയാൻ. പക്ഷേ ഏറ്റവും അവസാനം എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പ്രതിപക്ഷ സംഘത്തിന്റെ വാഹനങ്ങൾ ഗാന്ധി സ്മൃതിയിലേക്ക് എത്തിയിരിക്കുന്നു. PR സുനിൽ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട്. PR സുനിൽ, അതിനാടകീയമായ സംഭവങ്ങൾക്കാണ് രാജ്യ തലസ്ഥാനം വേദിയാകുന്നത്. ഗാന്ധി സ്മൃതിയിലേക്ക് ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷം എത്തിയിരിക്കുന്നു. ഇനി എന്താണ് എന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം. गांधी കേൾക്കാമോ? മധു, തീർച്ചയായും ഇതൊരു വലിയ സമര നീക്കമാണ്. ആ സമര നീക്കം എത്താൻ പോകുന്നത് ഗാന്ധി സ്മൃതിയിലേക്കാണ്. മാധു പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗാന്ധി സ്മൃതിയിലേക്കാണ് ഈ സന്ധ്യാസമയത്ത് വലിയ സമര സന്ദേശവുമായി പ്രതിപക്ഷം നീങ്ങുന്നത്. അപ്പോൾ അഹിംസാവാദം, അഹിംസാ സമര രീതികളുമായി മുന്നോട്ട് പോയി ഇന്ത്യയെ സ്വതന്ത്രയാക്കിയ, ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഗാന്ധിജിയുടെ സ്മരണകൾ, ആ ഗാന്ധിജി വെടിയേറ്റു വീണ, ആ ഗാന്ധിജി അന്ത്യശ്വാസം വലിച്ച, അവസാന ശ്വാസം വലിച്ച ആ മണ്ണിലേക്ക്, ചരിത്രമുറങ്ങുന്ന ആ മണ്ണിലേക്ക്, ആ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ആ മണ്ണിലേക്കാണ് മറ്റൊരു വലിയ സമരവുമായി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നിരയിലെ എല്ലാ അംഗങ്ങളെയും ഒപ്പം കൂട്ടി ആ മണ്ണിലേക്ക് പോകുന്നത്. അത് വലിയൊരു സമര സന്ദേശമാണ്. ആ വലിയൊരു സമര സന്ദേശം എങ്ങനെയായിരിക്കും ഇനി ഇന്ത്യയിൽ വലിയ സമര വിപ്ലവമായി മാറാൻ പോകുന്നത് എന്നതൊക്കെയാണ് ആകാംക്ഷയോടെ എല്ലാവരും കാത്തു നിൽക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിന്റെ മർദ്ദനമേറ്റ് വീഴുന്നത് നമ്മൾ കണ്ടതാണ്. ആ വിദ്യാർത്ഥികൾക്ക് പിന്തുണ ഏറിയേറി വരികയാണ്. കുട്ടികളൊക്കെ തന്നെ തെരുവിൽ ഇപ്പോഴും സമരം നയിക്കുകയാണ്. അവർ നീതിക്ക് വേണ്ടി പോരാടുകയാണ്. ജന്തർ മന്ദിറിലെ ആ മണ്ണിൽ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായി കാണുകയാണ് കുട്ടികളുടെ കണ്ണുനീർ, കുട്ടികളുടെ മുദ്രാവാക്യം വിളികൾ. ധീരമായി അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാജ്യത്തെ പ്രതിപക്ഷ നിര ഇപ്പോൾ ഗാന്ധിജിയുടെ ആ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ബിർള ഹൗസിലേക്ക് പോകുന്നത്. ആ ബിർള ഹൗസിൽ വലിയ സമരവുമായി ഇനി എത്ര നേരം മുന്നോട്ട് പോകും ഈ പ്രതിപക്ഷ നിര? ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഈ രാത്രി മുഴുവൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അവിടെ ഇരിക്കാൻ തീരുമാനിച്ചാൽ അത് വലിയൊരു സമര നീക്കമാകും. പ്രിയങ്ക ഗാന്ധിയെ നമുക്ക് കാണാൻ കഴിയും. രേണുക ചൗധരിയെ പോലുള്ള നേതാക്കൾ എത്തിയിരിക്കുന്നു. പ്രധാനപ്പെട്ട എല്ലാ കോൺഗ്രസ് നേതാക്കളുമുണ്ട്. കോൺഗ്രസിന്റെ അണികളുണ്ട്, മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ അണികളുണ്ട്, സമാജ്വാദി പാർട്ടിയുടെ പ്രവർത്തകരുണ്ട്. അപ്പോൾ അവരെല്ലാവരും തന്നെ ഈ ഒരു സമര നീക്കത്തിന്റെ ഭാഗമായി ഗാന്ധി സ്മൃതിയിലേക്ക് എത്താൻ പോവുകയാണ്. അവിടം വരെ ഈ ബസ്സിനെ മുന്നോട്ട് പോകാൻ, ഈ പ്രതിഷേധ നീക്കത്തിന് മുന്നോട്ട് പോകാൻ ദില്ലി പോലീസും കേന്ദ്രസേനയും അനുമതി നൽകുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെ വഴിയിൽ തടയുമോ എന്നതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഗാന്ധി സ്മൃതിയിലെത്തി എന്താണ് പ്രതിപക്ഷത്തിന്റെ അടുത്ത സമര നീക്കം? അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നോക്കൂ, ഈ രാത്രിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമര നീക്കവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലായിരുന്നു പ്രതിഷേധിച്ചത്. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിക്ക് മുന്നിലൂടെയാണ് ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. ആ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കീഴിലുള്ള ദില്ലി പോലീസാണ്, കേന്ദ്രസേനയാണ് കഴിഞ്ഞ ദിവസം തെരുവിലിട്ട് വിദ്യാർത്ഥികളെ മർദ്ദിച്ചത്. ആ മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അത് അതിഭീകരമായിരുന്നു, ക്രൂരമായിരുന്നു.
ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ അമർഷം ആ പോലീസ് നടപടിക്കെതിരെ രാജ്യത്ത് പുകയുകയാണ്. നടൻ മമ്മൂട്ടിയെ പോലുള്ളവരൊക്കെ തന്നെ ഇന്ന് ആ ഒരു പോലീസ് നീക്കത്തിൽ അമർഷം അറിയിച്ചുകൊണ്ട്, വിദ്യാർത്ഥികൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട്, ഈ യുവാക്കളുടെ ശബ്ദം രാജ്യത്തിന്റെ ശബ്ദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ്. ഇന്ന് ഇന്ത്യയിൽ പുറത്തിറങ്ങിയ എല്ലാ ഇംഗ്ലീഷ് ദിനപത്രങ്ങൾ, ദേശീയ ദിനപത്രങ്ങൾ, അത് ഹിന്ദു ആയിക്കോട്ടെ, ഇന്ത്യൻ എക്സ്പ്രസ് ആയിക്കോട്ടെ, ആ പത്രങ്ങളുടെ എല്ലാം എഡിറ്റോറിയൽ പരിശോധിച്ചാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ധീരമായി എഴുതിയിരിക്കുന്നു. ദ ഹിന്ദു ദിനപത്രം, ദ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം. അപ്പോൾ ദേശീയ ദിനപത്രങ്ങൾ അടക്കം എല്ലാവരും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണം, അതല്ല എങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണമെന്നാണ് ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ പറയുന്നു, രാജ്യത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾ പറയുന്നു, സാമൂഹ്യ പ്രവർത്തകർ പറയുന്നു, പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ പറയുന്നു. അപ്പോഴും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ സംരക്ഷിക്കാനുള്ള നീക്കം കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ എടുക്കുന്നു, BJP എടുക്കുന്നു, പ്രധാനമന്ത്രി എടുക്കുന്നു, ആഭ്യന്തരമന്ത്രി എടുക്കുന്നു. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് പ്രതിപക്ഷം വലിയൊരു സമര നീക്കം നടത്തുന്നത്. ആ സമര നീക്കം ഇന്ന് നടക്കുന്നത് ഗാന്ധി സ്മൃതിയിലേക്കാണ്. ഗാന്ധി സ്മൃതിയിൽ ഇരുന്നു കൊണ്ട് ഒരു സമാധാന സമര സന്ദേശം പ്രതിപക്ഷം നൽകുകയാണ്. ഇതൊരു സമരമാണ്. ആ സമരം സമാധാനപരമായ സമരമാണ്, അക്രമ സമരമല്ല. ഈ സമരം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം എന്നത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പ്രതിപക്ഷവും അണിചേരുകയാണ്. യുവാക്കൾ തുടങ്ങി വെച്ച ഒരു സമരമാണ്. നമുക്കറിയാം, ജൂൺ 6-ാം തീയതിയാണ് അഭിജിത്ത് ദിക്കെ എന്ന് പറയുന്ന യുവാവ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യൻ മണ്ണിലേക്ക് വരുന്നത്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായ സൂര്യകാന്ത് നടത്തിയ ഒരു പരാമർശത്തിന് പിന്നാലെ രൂപീകരിച്ച, യഥാർത്ഥത്തിൽ അദ്ദേഹമാണ് അതിന്റെ സ്ഥാപകരെങ്കിൽ പോലും ആ ഒരു പരാമർശത്തിന് പിന്നാലെ രൂപീകരിച്ച കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ആ പാർട്ടിയുടെ രൂപീകരണത്തിന് പിന്നാലെ ജൂൺ 6-ന് അഭിജിത്ത് ദിക്കെ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ദില്ലിയിലേക്ക് വരുന്നു. ജന്തർ മന്ദിറിൽ കുത്തിയിരിക്കുന്നു. അന്ന് 10-15 പേരാണ് ആ സമരത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. പിന്നീട് ആ സമരത്തിനുള്ള പിന്തുണ ഏറി വരുന്നു. ആ സമരമൊടുവിൽ ഒരു പാർലമെന്റ് മാർച്ചാകുന്നു. ആ പാർലമെന്റിൽ മാർച്ചിൽ